ഹായ് മക്കളെ, നമസ്കാരം. ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ആ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. പാഠഭാഗം ഒരിക്കലെങ്കിലും വായിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. സമ്മറി സെറ്റാക്കും, ചോദ്യോത്തരം സെറ്റാക്കും. ഓക്കെ, പാഠഭാഗത്തിൻ്റെ പേര് പ്രകാശം ജലം പോലെയാണ്. പാഠസംഗ്രഹം: കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമാണ് കാഡ്ജിന. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോ, ജോവൽ എന്നീ കുട്ടികൾ കുട്ടിക്കാലം ചെലവഴിച്ചത് ഇവിടെയാണ്. വള്ളം വെക്കാൻ ഷെഡും ബോട്ടടിപ്പിക്കാൻ സ്ഥലവും വിശാലമായ മുറ്റവുമുള്ള കാഡ്ജിനയിലെ വീട്ടിൽ നിന്ന് അവർ പറിച്ച് മാറ്റപ്പെടുന്നിടത്തു നിന്നാണ് മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ആരംഭിക്കുന്നത്. ഇപ്പോൾ അവർ യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലാണ് താമസിക്കുന്നത്. കാഡ്ജിനയിൽ നിന്ന് അവർ എങ്ങോട്ട് സ്ഥലം മാറി? യൂറോപ്പിലെ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലേക്ക്. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5-ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിൽ അച്ഛനമ്മമാർക്കൊപ്പം കഴിയുന്നു. കടൽമുറ്റത്തിൻ്റെ വിശാല വിസ്തൃതിയിൽ നിന്നും ഫ്ലാറ്റിൻ്റെ കൃത്യചതുരത്തിലേക്കും നിശ്ചലതയിലേക്കും കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു പ്രവാസത്തിൻ്റെ സന്ത്രാസത്തെയാണ് കഥാകാരൻ കഥയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലാറ്റിലെത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഒരു തുഴവള്ളമാണ്. ഫ്ലാറ്റിനകത്ത് അകപ്പെട്ടപ്പോഴും തങ്ങളുടെ ജൈവ ചോദനകൾ, കുട്ടികളായ സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ചില പ്രേരണകളുണ്ട്, അതൊന്നും കൈവിടാൻ കുട്ടികൾ തയ്യാറാവുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഫ്ലാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ ഉള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു. പഠനത്തിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ തുഴവള്ളം വാങ്ങിത്തരാമെന്ന് മാതാപിതാക്കൾ ഒരുമിച്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികളുടെ മനസ്സ് നിറയെ തുഴവള്ളവും കടലും ഒക്കെയാണ്. ഭൂതകാലത്തിലെ ആ സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. നന്നായി പഠിച്ച് അവർ സമ്മാനം വാങ്ങുന്നു. പിതാവ് വാഗ്ദാനം ചെയ്ത പോലെ തുഴവള്ളം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. കുട്ടികൾ പഠിച്ച് മാർക്ക് വാങ്ങിയതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? സമ്മാനവും വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ ഫ്ലാറ്റിലെ കാർ ഷെഡിലാണ് തുഴവള്ളം കൊണ്ടുവച്ചത്. പിന്നീട് കൂട്ടുകാരുടെ സഹായത്തോടെ 5-ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിലെ മുറിയിലേക്ക് വള്ളത്തെ വലിച്ചു കയറ്റി. ഒരു കവിതാ ചർച്ചയ്ക്കിടയിൽ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം വരുന്നത് എങ്ങനെയെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ടോട്ടോ. ടാപ്പ് തുറന്നാൽ ജലം ഒഴുകുന്നത് പോലെ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം ഒഴുകുമെന്നൊരു ഭാവന അയാൾ അവതരിപ്പിക്കുന്നു. പ്രകാശം ജലം പോലെയാണ് എന്നാണ് അച്ഛൻ നൽകിയ വിശദീകരണം. ഈ ഒരു ഡയലോഗ് മുതലാണ് കഥാഖ്യാനത്തിൽ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ മാർക്കസ് പ്രയോജനപ്പെടുത്തുന്നത്. അച്ഛനല്ല, ആഖ്യാതാവ് തന്നെയാണ് കഥയിൽ പ്രത്യക്ഷപ്പെട്ട് ടോട്ടോയുടെ മനസ്സിനെ മാന്ത്രികതയിലേക്ക് നയിക്കുന്നതെന്ന വായനയും ഇവിടെ സാധ്യമാണ്. പ്രകാശമുള്ള ഒരു വിളക്ക് കുട്ടികൾ പൊട്ടിക്കുന്നു. സ്വർണ്ണപ്രകാശം മുറിയാകെ ഒഴുകി പ്രകാശജലത്തിൽ കുട്ടികൾ വള്ളം തുഴയുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ വീണ്ടെടുക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ മാഡ്രിഡിനെ കാഡ്ജിനയാക്കി മാറ്റുകയാണ് അവർ. സെറ്റ്. ഇനി നോക്കുക. പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. ഈ വാക്യത്തിന് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. ഈ വാക്യത്തിന് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? മാന്ത്രിക യാഥാർത്ഥ്യത്തിൻ്റെ, മാജിക്കൽ റിയലിസത്തിൻ്റെ വശ്യ സൗന്ദര്യം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയെ മാന്ത്രിക അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നത് ഈ വാക്യമാണ്. മാജിക്കൽ റിയലിസം എന്ന സങ്കേതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് കൃതികൾ രചിച്ച ആളാണ് മാർക്കസ്. അതിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കൃതിയാണ് ഇത് പ്രകാശം ജലം പോലെയാണ്. ഒരു ചർച്ചയ്ക്കിടയിൽ നമ്മുടെ കഥ പറയുന്ന ആൾ തന്നെയാണ് നായകൻ. ടോട്ടോയോട് പറഞ്ഞ ഈ വാക്യം കുട്ടികളുടെ ഭാവനാലോകത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്നു. കാഡ്ജിനയിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ കുട്ടികൾക്ക് നഷ്ടമായ ആ തുറമുഖ നഗരത്തിലെ ബാല്യം, സൗഭാഗ്യങ്ങൾ അവർ മാഡ്രിഡിൽ എന്തെയാണ് ഭാവനയിലൂടെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? ആ തുറമുഖ നഗരത്തിൽ നിന്ന് കുടിസുമുറിയിലേക്ക് വന്നപ്പോൾ അവരുടെ ഒരു വലിയ ലോകമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട ലോകത്തിന് അവരിവിടെ എന്ത് ചെയ്യാണ്? ഭാവനയിൽ പുനഃസൃഷ്ടിക്കുകയാണ്. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമുള്ള കുടിസ് ഫ്ലാറ്റിനുള്ളിൽ പ്രകാശ ജലാശയം സൃഷ്ടിച്ച് അതിൽ വള്ളം തുഴഞ്ഞ് രസിക്കാനും മുങ്ങിത്തപ്പാനും ബോട്ടപകടം സൃഷ്ടിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നത് ആഖ്യാതാവിൻ്റെ ഈ പരാമർശം കുട്ടികൾക്ക് മുന്നിൽ തുറന്നിട്ട ഭാവനയുടെ സാധ്യതകളാണ്.
നോക്കുക, കാഡ്ജിനെ, മാഡ്രിഡ് എന്നീ സ്ഥലങ്ങൾക്ക് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലുള്ള പ്രാധാന്യം എന്താണ്? ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ ടോട്ടോ, ജോവൽ എന്നീ എലിമെൻ്ററി സ്കൂൾ കുട്ടികളുടെ ജന്മദേശമാണ് കാഡ്ജിനെ. സെറ്റാണല്ലോ. ഈ ടോട്ടോയിൻ്റെയും ജോവലിൻ്റെയും ജന്മദേശമാണ് കാഡ്ജിനെ. അതായത് കൊളംബിയയിലെ ഒരു തുറമുഖ പട്ടണം. കടലും കടൽ തീരവും വള്ളവും ധാരാളം കളിയിടങ്ങളുമുള്ള കാഡ്ജിനയിൽ ഉല്ലാസഭരിതമായ ജീവിതമാണ് അവർ നയിച്ചത്. അച്ഛൻ ചൂത് കളിച്ചുണ്ടായ കടം വീട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ കുടുംബം സ്പെയിനിലെ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലേക്ക് കുടിയേറിയത്. കടലും കളിയിടങ്ങളുമുള്ള കാഡ്ജിനയിൽ നിന്ന് നദിയോ മറ്റ് ജലാശയങ്ങളോ ഇല്ലാത്ത പൊള്ളുന്ന വേനലുള്ള മാഡ്രിഡിലെ കുടിസ് ഫ്ലാറ്റിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്ന ടോട്ടോവും ജോവലും അനുഭവിക്കുന്ന ആത്മസംഘർഷവും അത് മറികടക്കാൻ അവർ നടത്തുന്ന ഭാവനാ സഞ്ചാരവുമാണ് ഈ കഥയുടെ മുഖ്യപ്രമേയം. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾക്ക് ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ട്. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്, കൊളംബിയയിൽ അധിനിവേശം നടത്തിയ സ്പെയിനിനോട് എഴുത്തുകാരൻ്റെ ഉള്ളിൽ നീറുന്ന പ്രതിഷേധത്തിൻ്റെ സൂചനകൾ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ കണ്ടെത്താനാകുമോ? കൊളംബിയയിലേക്ക് കടന്നുകയറ്റം നടത്തിയ രാജ്യമാണ് സ്പെയിന്. തൻ്റെ പ്രതിഷേധം തൻ്റെ നോവലുകളിലൂടെ ആര് വ്യക്തമാക്കുന്നുണ്ട്? നമ്മുടെ ഗാബോ വ്യക്തമാക്കുന്നുണ്ട്. കുറിപ്പെഴുതുക. കൊളംബിയൻ എഴുത്തുകാരനായ മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയ്ക്ക് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കൊളംബിയയിൽ അധിനിവേശം നടത്തിയ സ്പെയിനിനോട് ഉള്ളിൽ നീരസമുള്ള എഴുത്തുകാരനാണ് മാർക്കസ്. അതിൻ്റെ സൂചനകൾ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ കാണാം. സ്പെയിനിൻ്റെ പ്രിയ പുഷ്പമായ ജറാനിയത്തിൻ്റെ ചെടിച്ചട്ടിയിൽ സ്കൂളിലെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നു. അവർ സ്പെയിനിൻ്റെ ദേശീയ ഗാനത്തിന് പാരഡി ഉണ്ടാക്കി പാടുന്നു. കഥയുടെ അന്ത്യത്തിൽ സ്പെയിനിനെക്കുറിച്ച് നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പരാമർശത്തിൽ മാജിക്കൽ റിയലിസത്തിൻ്റെ വശ്യസൗന്ദര്യം ഒരിക്കലും മനസ്സിലാവാത്ത ആ രസികന്മാർ ജീവിക്കുന്ന മാഡ്രിഡ് എന്ന സൂചനയാണുള്ളത്. ഇവിടെയെല്ലാം മാർക്കസിന് സ്പെയിനിനോടുള്ള നീരസം പ്രകടമാണ്. സെറ്റാണല്ലോ. അപ്പോൾ പാഠഭാഗം വായിക്കുക, സമ്മറി നോക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.